അളവ് നോക്കി കഴിച്ചാൽ ഹെൽത്തിയാണ്. അളവ് അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പ്രൊപ്പോർഷൻസ് മാറ്റണം. നിങ്ങൾ ഒരു ബൗളിനകത്ത് കുറച്ച് നമ്മളെ ഈ പറഞ്ഞ ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ തരുന്നൊരു പാത്രമില്ലേ, അത്രയും ചോറും അവിയലും കുറച്ച് വെജിറ്റബിൾസും ഒരു ഫിഷും കുറച്ച് മാംസവും ഒക്കെ കഴിച്ചു നോക്കിയേ, നിങ്ങളുടെ തടി കുറയും, പ്രമേഹം കുറയും. അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ കാപ്പി കുടിക്കുന്ന മധുരം ഇടാതെയാണ്. കട്ടൻ കാപ്പി മധുരം ഇടാതെ കുടിക്കുന്നതാണ് അവരുടെ ശീലം. ബഹുഭൂരിപക്ഷം വരും, അപൂർവ ആളുകളെ ഉള്ളൂ അവിടെ അതിനകത്ത് കൊണ്ട് പഞ്ചസാര ഇടുന്നത്. നിങ്ങൾ കാപ്പി എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലാത്ത സാധനം അവിടുത്തെ കടകളിൽ കിട്ടും. നമ്മളോ നമ്മൾ ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. ചായ എന്ന് പറയുന്ന ഒരു പുഡിങ് പോലെ, അല്ലെ എന്താ പറയുന്ന ഒരു പായസം പോലെ അല്ലേ നമുക്ക്. അതിനകത്ത് ഇടാവുന്നതൊക്കെ ഇടും, മസാല ഇടും, പഞ്ചസാര കണ്ടവാനം ഇടും, പാലൊഴിക്കും, ഒരു കുറുകി കിട്ടണം നമുക്ക് ചായ. ഇതൊക്കെ രുചികരമാണ്, പക്ഷേ എനിക്കും ഇഷ്ടമാണ് ഇതൊക്കെ. പഴംപൊരിയും ചായയും 4 മണിയാകുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇപ്പം ഞാനത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു.